അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് ആഗോള എണ്ണ വിപണിയിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 100% സെക്കൻഡറി ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. 50 ദിവസത്തിനുള്ളിൽ യുക്രൈനുമായി റഷ്യ സമാധാന കരാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ വലിയ തോതിലുള്ള തീരുവ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഈ സാഹചര്യം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും സാമ്പത്തിക സ്ഥിതിയെയും എങ്ങനെ ബാധിക്കുമെന്നും ഭാവിയിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയങ്ങളിൽ എന്ത് മാറ്റങ്ങൾ വരുമെന്നും നമുക്ക് പരിശോധിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യക്ക് തങ്ങളുടെ ക്രൂഡ് ഓയിലിന് പുതിയ വിപണികൾ കണ്ടെത്തേണ്ടി വന്നു. ഈ അവസരം മുതലെടുത്ത് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്നും വലിയ തോതിൽ കുറഞ്ഞ വിലയിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. ഉയർന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താനും ഈ നീക്കം ഏറെ സഹായിച്ചു. ഇന്ത്യയുടെ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ്. പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഇറാഖ് എന്നിവരായിരുന്നു ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാർ. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി റഷ്യയാണ് ഈ സ്ഥാനത്ത് മുന്നിൽ. നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 40% വരുന്നത് റഷ്യയിൽ നിന്നുമാണ്. ഈ കണക്കുകൾ ട്രംപിന്റെ പുതിയ ഭീഷണിക്ക് ഇന്ത്യ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്.